കോൺഗ്രസ് ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് ട്രംപ് കൊടുത്ത ഊഷ്മളമായ സ്വീകരണവും അദ്ദേഹത്തിനെ ട്രംപ് ആനയിച്ച വിധവും കോൺഗ്രസിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലെ മറ്റൊരു പ്രധാനമന്ത്രിക്കും, അതായത് ഇപ്പോഴത്തെ നരേന്ദ്രമോദിയെ പോലെ മറ്റൊരു പ്രധാനമന്ത്രിക്കും അമേരിക്ക ഇത്തരത്തിലൊരു സ്വീകരണം നൽകിയിട്ടില്ല എന്നുള്ളത് രഹസ്യമായി തന്നെ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും പരസ്യമായി അവരത് പുറത്തു പറയാൻ തയ്യാറല്ല. എന്നിരുന്നാലും ഇത് പുറത്തു പറയാൻ തയ്യാറായ ഒരേ ഒരാൾ മാത്രമാണ് ശശി തരൂർ. തിരുവനന്തപുരത്തിന്റെ MP ആയിട്ടുള്ള ശശി തരൂർ വലിയ തലവേദനയാണ് ഇപ്പോൾ തരൂർ കോൺഗ്രസിന് സൃഷ്ടിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കം ഞെട്ടുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോയത്, അതായത് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ആദ്യം വിളിക്കുന്ന ഭരണാധികാരി നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇത് ഒരു ചെറിയ കാര്യമല്ല എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. ശശി തരൂരിന്റെ ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ US പ്രസിഡന്റ് മോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, സ്പേസ് എക്സ് CEO എലോൺ മസ്ക് എന്നിവരുൾപ്പെടെ നിരവധി ഉന്നതരുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യക്ക് വളരെയധികം പ്രത്യേകതയുള്ളതാണെന്നാണ് ശശി തരൂർ പറഞ്ഞത്. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ കോൺഗ്രസ് MP ശശി തരൂർ പ്രശംസിച്ചത് കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള അമർഷത്തിന് കാരണമായിട്ടുണ്ട്. മോദിയും ഡൊണാൾഡ് ട്രംപും നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്ന് ഇതുവരെ കണ്ടത് വളരെ പ്രോത്സാഹനജനകമായ കാര്യങ്ങളാണെന്നാണ് തരൂരിന്റെ വാക്കുകൾ. നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്ന ചില പ്രധാന ആശങ്കകളെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടു എന്നും തരൂർ പറയുന്നു. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ വിലങ്ങിട്ട് കൊണ്ടുവരുന്ന സംഭവമാണ്. അതായത് ഈ അവിടെയുള്ള അഭയാർത്ഥികളെ അല്ലെങ്കിൽ അവിടെയുള്ള കുടിയേറ്റക്കാരെ ഇങ്ങോട്ടേക്ക് വിലങ്ങിട്ട് കൊണ്ടുവരുന്ന സംഭവമാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് അതൊരു വലിയ വിഷയമായി ഉയർത്തിക്കാട്ടിയതാണ്. ഒരു ഹീറ്റഡ് ഡിബേറ്റായി തന്നെ നിർത്താനുള്ള ശ്രമം കോൺഗ്രസ് നടത്തിയിരുന്നു. ആ ശ്രമമാണ് തരൂരിന്റെ ഒറ്റ വാക്കിൽ പൊളിഞ്ഞു വീണത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അവസാനിക്കുന്ന വ്യാപാര താരിഫ് വിഷയത്തിൽ പ്രധാനമന്ത്രി മോദിയും ട്രംപും ഒരുമിച്ചിരുന്ന് ഗൗരവമേറിയ ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചു എന്നും തരൂർ പറയുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരുടെ കുടിയേറ്റ വിഷയത്തിൽ ഒരു കാര്യം മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണോ അവരെ തിരിച്ചയച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനോഭാവം തികച്ചും മികച്ചതായിരുന്നു. നിയമവിരുദ്ധമായി യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും പ്രചോദിക്കപ്പെടുകയും ചെയ്ത വഞ്ചിക്കപ്പെട്ട യുവാക്കളാണ് അവർ എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പാർലമെന്റിൽ ഈ വിഷയം കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ തരൂരിന്റെ ഈ വാക്കുകൾ മുൻനിർത്തി BJPക്ക് കോൺഗ്രസിനെ പ്രതിരോധിക്കാനായി സാധിക്കും എന്നുള്ളതും നമ്മൾ എടുത്തു കാണേണ്ടതാണ്. തരൂർ എന്ന് പറയുന്നത് ചെറിയൊരു മനുഷ്യനല്ല, അദ്ദേഹം UN വരെ പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് തരൂരിന്റെ വാക്കുകൾക്ക് അതിൻ്റേതായിട്ടുള്ള വില അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ട ഒരു വിഷയമാണ്. പ്രതിരോധ വിഷയത്തെക്കുറിച്ചും തരൂർ വാദോരാതെ സംസാരിക്കുന്നുണ്ട്. പ്രതിരോധ രംഗത്ത് F-35 സ്റ്റെൽത്ത് വിമാനം നമുക്ക് വിൽക്കാനുള്ള അമേരിക്കയുടെ പ്രതിബദ്ധത വളരെ വിലപ്പെട്ടതാണെന്നാണ് തരൂർ പറയുന്നത്. കാരണം ഇത് അത്യാധുനിക വിമാനമാണ്. പ്രധാനമന്ത്രി മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് ഇതുവരെ ലഭിച്ച വിവരങ്ങളിൽ ഞാൻ വളരെയധികം ആവേശഭരിതനാണ് എന്നും തരൂർ പറയുന്നു. പ്രധാനമന്ത്രി മോദിയും സംഘവും തിരിച്ചെത്തിയ ശേഷം ഈ യാത്രയുടെ കൂടുതൽ വിവരങ്ങൾക്കായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന തരൂരിന്റെ വാക്കുകൾ ആകാംക്ഷയോടെയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.